തോന്നിയ ദിവസം കാണിക്കുന്നു. ഒരു കിരീടം ക്ഷേമെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടെ അല്ലേ, എനിക്കിത് മതി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫെറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോപാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി, ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. എങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ല എന്റെ അമ്മ. അവരെന്റെ അച്ഛന്റെ സെക്കൻഡ് വൈഫ് അല്ലേ. ഞങ്ങൾക്കൊന്നും അമ്മമാരില്ലേ ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് വേണം. சேச்சி, மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்ன மன்னிச்சிருங்க. எங்கடி ஓடிங்க வா. வாய புத்து.
പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. 5 വീട്ടമ്മമാരാ, ചേച്ചിയും കൂടെ ആവുമ്പോ 6 ആവും. ഇത് കണ്ടോ, ഒച്ച വെച്ച ആളെ കൂട്ടിയ ചേച്ചി നാളെ ഇന്റർനെറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കും. പെൻ ക്യാമറയാണ്. പിടയ്ക്കാണ്ട് കിടക്ക് ചേച്ചി. നിങ്ങളുടെ ഫ്ലാറ്റ് എന്ത് രസാന്നറിയോ? ഓ പിന്നെ ഈ തറവാടിനേക്കാളും വലുതാണോടെ നിങ്ങളുടെ ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആകാശ ജയിലല്ലേ. വല്ല അപകടവും പറ്റിയാ ഓടി രക്ഷപ്പെടാൻ ഒറ്റ വാതിലല്ലേ ഉള്ളൂ. അങ്ങനെ അപകടമൊന്നും പറ്റിയല്ല. കേക്ക് എങ്ങനെയുണ്ട് വല്യമ്മച്ചി? മധുരം പാകത്തിന്. കൊച്ചിയിലെ മീനാ ജേക്കബിന്റെ കേക്കല്ലേ, മോശം വരില്ല. സത്യം അറിയുമ്പോ അമ്മച്ചി പറഞ്ഞതങ്ങ് വിഴുങ്ങരുത്. വായിലിരിക്കുന്നത് മരുമോളുണ്ടാക്കിയ കേക്കാ. ആ പട്ടത്തിയുടെ ഒരു കേക്ക്. ആദ്യ പാവം ചെയ്ത ഹവ്വയോട് അമ്മച്ച് പൊറുത്താലും പട്ടത്തിയോട് എന്നായാലും പൊറുക്കേല. ഹവ്വ എന്നാ തെറ്റിയെന്നായി പറയുന്നേ? ഒരു പഴം തന്നാണോ എത്ര വലിയ തെറ്റ്? അച്ചായ, നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയാൻ ഇന്നലെയും കൂടി മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആളാ അമ്മച്ചി. ഞങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടി വെറുതെ മുട്ടുകുത്തി കാലിലെ ചിരട്ട തേക്കണ്ട. വിവേകം വൃദ്ധരുടെ തലയിലെ കിരീടമാണെന്നാ ബൈബിളിൽ പറയുന്നത്. അതെങ്ങനെ? ബൈബിൾ ചുമ്മാ അലങ്കാരത്തിന് ഒന്നും നടക്കത്തല്ലേ ഉള്ളൂ, തുറന്നു നോക്കത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാത്തത്.